നഴ്സിംഗ് എക്സാംസിന് 1 മാർക്ക് കിട്ടുന്ന ഒരു ടോപ്പിക്ക് പറഞ്ഞിട്ടെ. ലംബാർ പഞ്ചർ കഴിഞ്ഞ പേഷ്യൻറ്റിൽ സിവിയർ ഹെഡേക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ ലോജിക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പം ലംബാർ പഞ്ചർ നമുക്കറിയാം, സ്പൈനൽ ടാപ്പ് എന്നും ഇതിന് പേരുണ്ട്. സബ്ബറക്കനോട് സ്പേസിൽ നിന്ന് അതുവഴിയാണ് CSF സർക്കുലേറ്റ് ചെയ്യുന്നത്. CSF ഫ്ലൂയിഡ് ആസ്പിറേറ്റ് ചെയ്തെടുത്ത് ടെസ്റ്റ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് ലംബാർ പഞ്ചർ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ അത് മെയിനായിട്ട് L3 L4 ഇന്റർസ്പേസിലോട്ടാണ് നീഡിൽ ഇൻസേർട്ട് ചെയ്തിട്ട് CSF ഫ്ലൂയിഡ് ആസ്പിറേറ്റ് ചെയ്യുന്നത്. ഇത് ഡയഗ്നോസ്റ്റിക് ആയിട്ടും തെറാപ്യൂട്ടിക് ആയിട്ടും യൂസ് ചെയ്യാറുണ്ട്. എന്ന് വെച്ചാൽ ചില അസുഖങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട്, മെയിനായിട്ട് മെനിഞ്ചൈറ്റിസ്, എൻസെഫലൈറ്റിസ്, ഗുള്ളൻ-ബാരെ സിൻഡ്രോം പോലുള്ള കണ്ടീഷൻസ് ഒക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ചില ഡ്രഗ്സ് ഒക്കെ സ്പൈനൽ കോഡിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഇൻട്രാതീക്കൽ എന്ന് പറയും, അല്ലേ? അപ്പോൾ മെയിനായിട്ട് ആൻറ്റിബയോട്ടിക്സ്, കീമോതെറാപ്യൂട്ടിക് ഡ്രഗ്സ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും. ഇൻക്രീസ്ഡ് ഇൻട്രാക്രേനിയൽ പ്രഷർ, ഇൻക്രീസ്ഡ് ICP ഉള്ള പേഷ്യൻറ്റിന് ഇത് അബ്സല്യൂട്ട്ലി കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ്. ഓക്കെ, ലംബാർ പഞ്ചർ ചെയ്യാൻ പാടില്ല. ഇനി നമ്മുടെ കഥയിലോട്ട് വരണമല്ലോ. എന്തുകൊണ്ടാണ് ഇവർക്ക് തലവേദന ഉണ്ടാകുന്നത് ഇതിന് ശേഷം, അല്ലേ? ലംബാർ പഞ്ചറിന് ശേഷം. അപ്പോൾ ഈ ലംബാർ പഞ്ചർ ചെയ്തതിന് ശേഷം അവിടെ ചെറിയൊരു നീഡിൽ ഇൻസേർട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഹോളുണ്ട്, അതുവഴി CSF ലീക്കേജ് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ CSF വോളിയം കുറയും, പ്രഷർ ഡ്രോപ്പ് ആവും. ഓക്കെ, ഇൻട്രാക്രേനിയൽ പ്രഷർ കുറയും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ബ്രെയിൻ ചെറുതായിട്ടൊന്ന് സാഗ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഒരു ഡൗൺവേർഡ്, താഴോട്ട് വരാൻ, ചെറുതായിട്ട് വരാൻ സാധ്യതയുണ്ട്. അതൊരു ട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു സ്ട്രെച്ച് കൊടുക്കാൻ സാധ്യതയുണ്ട് മെനിഞ്ചസിനും ബ്ലഡ് വെസൽസിനും ഒക്കെ എന്നാണ് പറയുന്നത്. അതിൻ്റെ ഫലമായിട്ട് ഇവർക്ക് തലവേദന ഉണ്ടാവും. ഇത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, അതും ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, പ്രധാനമായിട്ട് പൊസിഷനാണ്. അതുകൊണ്ടാണ് ഫ്ലാറ്റ് പൊസിഷൻ അല്ലെങ്കിൽ സുപ്പൈൻ പൊസിഷൻ ഈ പ്രൊസീജിയറിന് ശേഷം കൊടുക്കണമെന്ന് പറയുന്നത്, ലംബാർ പഞ്ചറിന് ശേഷം. ഓക്കെ, പ്രത്യേകിച്ച് നിൽക്കുമ്പോൾ സ്റ്റാൻഡിങ്, സിറ്റിംഗ് പൊസിഷനിലേക്ക് കൂടുതൽ ലീക്കേജും കൂടുതൽ തലവേദന ഉണ്ടാകാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. ഫ്ലാറ്റ് ആയിട്ട് ഒരു 4 to 6 മണിക്കൂർ ഐഡിയലി കിടത്തി കഴിഞ്ഞാൽ ഈ ലീക്കേജ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. രണ്ടാമത്തെ മെയിൻ പ്രിവെൻഷൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡ്സ് നന്നായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് പ്രൊസീജിയറിന് ശേഷം. ഓക്കെ, ഫ്ലൂയിഡ്സ് കൊടുക്കുന്നതിലൂടെ നമുക്ക് CSF എന്ത് ചെയ്യാൻ പറ്റും, റീസ്റ്റോർ ചെയ്യാൻ പറ്റും, പ്രഷർ കൂട്ടിക്കൊണ്ടുവരാൻ പറ്റും. നിന്നില്ല എന്നുണ്ടെങ്കിൽ വേദന സംഹാരികൾ, അനാൽജസിക്സ്, ഓക്കെ, പാരസെറ്റമോൾ പോലുള്ളതൊക്കെ കൊടുക്കാം. കഫീൻ കൊടുക്കുന്നത് നല്ലതാണ് ഇവർക്ക്. നഴ്സിംഗ് ലൈസൻഷ്യർ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ക്രാഷ് കോഴ്സസും റെഗുലർ ക്ലാസ്സസും ഒക്കെ നമ്മുടെ നഴ്സിംഗ് ഫ്ലെക്സ് ലെക്ചേഴ്സ് ആപ്പിലും വെബ്സൈറ്റിലുമായിട്ട് അവൈലബിൾ ആണ്. ലൈവ് ക്ലാസ്സസും റെക്കോർഡഡ് ക്ലാസ്സസും ഉണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഞാൻ കൊടുത്തിട്ടുള്ള നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ സ്പെഷ്യൽ ക്ലാസ്സുകൾ നമ്മൾ ഫേസ്ബുക്കിൽ സബ്സ്ക്രിപ്ഷനായിട്ടും അതുപോലെ തന്നെ യൂട്യൂബിൽ മെമ്പേഴ്സ് ഒള്ളിയിലും സെപ്പറേറ്റ് എക്സ്ക്ലൂസീവ് വീഡിയോസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അതിലും ജോയിൻ ചെയ്യാം.